Good morning, all. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഷെജീല മാം ആണ്. ഷെജീല മാമിനെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. മാം ഒരുപാട് സെഷനുകൾ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ചെയ്തിട്ടുണ്ട്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Good morning. Hello, good morning. Good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് വരുന്നത് റിയാക്റ്റീവ് അബ്യൂസ് എന്നുള്ളതാണ്. എന്താണത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? റിയാക്റ്റീവ് അബ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഒരാള് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ വന്നിട്ട് നമ്മൾ റെസ്പോണ്ട് അല്ല ചെയ്യുന്നത്, റിയാക്ട് ചെയ്തിട്ട് അത് നമുക്ക് ശരിക്കും അബ്യൂസായി ഒരു ഹേർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ്. അതെ, കറക്റ്റ് ആണ്. താങ്ക് യു മാം. അതായത് ഒരു വ്യക്തിയെ ദിവസങ്ങളോളം വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, അവഗണിക്കുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇത് അനുഭവിക്കപ്പെടുമ്പോൾ ഒരു ദിവസം പൊട്ടിത്തെറിക്കും അല്ലെ. കുറെ കാലം ഇവരെന്ത് ചെയ്യും? ക്ഷമിക്കും, സഹിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതിനുശേഷം കുറെ നാൾ കഴിയുമ്പോൾ ഇവര് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഈ അനുഭവിച്ച ആള് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ ആ ഒരു റിയാക്ഷൻ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ആയിരിക്കാം, പല രീതിയിൽ വരാം. ഭയങ്കര സങ്കടമായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ ഷൗട്ട് ചെയ്തിട്ടോ ഒക്കെ ആ ഒരു റിയാക്ഷൻ ആ ആള് പുറത്തോട്ട് കാണിക്കാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലുള്ള വേദനകൾ എന്ത് ചെയ്യില്ല, ആർക്കും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല, ആരും കാണുന്നില്ല. ആ ഒരു റിയാക്ഷൻ ആയിരിക്കും എല്ലാവരും കാണുന്നുണ്ടാവുക. അപ്പോ ഒരു വ്യക്തിയെ തുടർച്ചയായിട്ട് മാനസികമായി പ്രൊവോക്ക് ചെയ്ത് അവരതിന്റെ അതിര് വരെ എത്തിച്ച് അവർ ഒരിക്കൽ ശക്തമായിട്ട് പ്രതികരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ പറയും ഇയാളാണ് അല്ലെങ്കിൽ അവനാണ് അവളാണ് തെറ്റുകാരി എന്ന് ബ്ലെയിം ചെയ്യും അല്ലെ. ഇതാണ് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോ ഈ അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? അത് ശരിക്കും ഈ ഒരു വിക്ടിം, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ റിയാക്ഷനെ അല്ല നമ്മൾ അബ്യൂസ് എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്, അവര് ആ റിയാക്ഷനിലേക്ക് എത്തിച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇല്ലേ, നിരന്തരമായിട്ട് കുറ്റം പറയുക, അവരെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, ഇതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ ഭയങ്കരമായിട്ട് ട്രിഗർ ആവുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കേട്ടതിന് ശേഷം അവർ റിയാക്ട് ചെയ്യുന്നത്. അപ്പോ ആ ഒരു റിയാക്ഷനെ അല്ല, അവർക്ക് കിട്ടുന്ന, അവരനുഭവിക്കുന്ന ആ ഒരു പാറ്റേൺ, അവരുടെ പിന്നിൽ അവരനുഭവിക്കുന്ന വേദനകൾ ഇല്ലേ, അപ്പൊ അതിനുണ്ടായ കാരണങ്ങളെയാണ് അബ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ സാധാരണയായിട്ട് ആളുകൾ പറയില്ലേ, നമ്മൾ ഈ പൊട്ടിത്തെറിക്കുമ്പോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുമ്പോ ഒരു റിയാക്ഷൻ കാണുമ്പോ ഈ പറഞ്ഞ ആളെ തന്നെ കുറ്റം പറയും. അവർ ശരിയല്ല, അവർ എന്താണ് ഭയങ്കര സാമർത്ഥ്യക്കാരിയാണ് അല്ലെ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോ ഇതാണ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഈ ഒരു റിയാക്ഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗർ, പ്രൊവോക്കേഷൻ, അതായത് സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്തൽ കേൾക്കുക, അപമാനിക്കുന്ന വാക്കുകൾ കേൾക്കുക,
അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റിംഗ്. എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നറിയോ? ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പൊ ഹസ്ബൻഡും വൈഫും എപ്പോഴും വഴക്ക് കൂടുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോ ഇപ്പൊ ഹസ്ബൻഡ് ആണ് അല്ലെങ്കിൽ വൈഫാണ് ഏറ്റവും കൂടുതൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരുന്ന ഒരാള് എന്നുണ്ടെങ്കിൽ ആ ദേഷ്യം വരുമ്പോ അവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർക്ക് തന്നെയാണ് ദേഷ്യം വരുന്നതും വൈഫിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അവര് തന്നെ കുറ്റം പറയുന്നുണ്ട്. അപ്പോ ഓരോ കാരണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് എന്ന് പറഞ്ഞിട്ട് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ആ ഒരു പ്രശ്നത്തിന്റെ കാരണം നീ കാരണമാണ് എന്ന് പറയൂലേ, അതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യുക. അപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ട്രിഗറുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മള് ഈ ഒരു റിയാക്ഷനിലേക്ക് പോവും. അതുപോലെ തന്നെ ഇമോഷണൽ ബിൽഡപ്പ്. ഒരു വ്യക്തി അവരുടെ ഉള്ളിൽ ഹേർട്ട് ആവുക, അവരുടെ അതുപോലെ ദേഷ്യം ഒക്കെ വരൂലേ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിരന്തരം കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും, ഇൻസൾട്ട് ആവും, അതുപോലെ തന്നെ ദേഷ്യം വരും, പക്ഷെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ ഇമോഷണൽ ബിൽഡപ്പ് സംഭവിക്കും. അത് നിരന്തരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിയാക്ഷനിലേക്ക് അവർ പോവും. അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ കടന്നു പോയതിനു ശേഷം ഇവരൊരു ദിവസം ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ചിലർ ഷൗട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, ചിലർ കരഞ്ഞോണ്ടായിരിക്കാം, ചിലർ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോ ചിലപ്പോ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് റിയാക്ട് ചെയ്തു പോകും. അടുത്തത് ബ്ലെയിം ഷിഫ്റ്റ്. അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു റിയാക്ഷൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചത് മറ്റുള്ളവർക്കുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം. ഇതുപോലെ നമ്മൾ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്നതും ശല്യം ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവരായിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മളുടെ പേരിലേക്ക് വരിക. നമ്മൾ എന്തെങ്കിലും അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയുമ്പോൾ നമ്മൾ മറുപടി പറയുമല്ലോ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, സമാധാനത്തിലായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അവര് പറയും നീ എപ്പോഴും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ഭയങ്കര ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബ്ലെയിം ചെയ്യുന്നു, അവരിലോട്ട് ബ്ലെയിം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ നമ്മള് കുറെ കാലം കഴിയുമ്പോൾ ഈ ഒരു റിയാക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു എക്സാമ്പിൾ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ വൈഫ് പറയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് ഹസ്ബൻഡ് പറയും എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയും. തിരിച്ചാവാട്ടോ, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. നിനക്കൊന്നും ശരിയായിട്ട് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനു കൊള്ളാം, മറ്റുള്ളവരെ മുൻപിൽ വെച്ച് നാണം കെടുത്തുക. അപ്പോ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. കുറെ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കേട്ട് ഇതായി കഴിയുമ്പോൾ ആ ഭാര്യ ചെയ്യുന്നത് എന്താണ്, കരഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കരയും, സങ്കടം വന്നിട്ട് കരഞ്ഞിട്ട് അവര് ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയും, എന്നോട് ഇനി ഇങ്ങനെ സംസാരിക്കണ്ട, ഞാൻ ഇങ്ങനെയല്ല. നമ്മളിങ്ങനെ അത് തിരുത്തി പറയാനൊക്കെ നോക്കും അല്ലെ, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നോക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന എന്താണ്, ആ ആള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മറ്റുള്ളവരോടൊക്കെ, ഫാമിലി മെമ്പേഴ്സിനോട് ഫുള്ളായിട്ട് പറയും അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോ നോക്കിയാലും ദേഷ്യമാണ്, അല്ലെങ്കിൽ ഇപ്പൊ കരയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പറയും ഏതു നേരം നോക്കിയാലും കണ്ണീരാണ്, അല്ലെ. ആ രീതിയിൽ അവരെ ട്രിഗർ ചെയ്യും. വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരന്റ് ചൈൽഡ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കുട്ടികളോട് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പല കുട്ടികളും പല ടൈപ്പിലുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ ആ കുട്ടിക്ക് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. പക്ഷെ അവര് അവിടെ ബ്ലെയിം ചെയ്യുന്നത് എന്തായിരിക്കും, നീ മടിയനാണ്, നീ ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ആ രീതിയിൽ പറയുന്ന സമയത്ത് നിരന്തരം കുട്ടിക്ക് കേൾക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉള്ളിൽ ദേഷ്യം വരും. കാരണം അവനൊരിക്കലും മടി കൊണ്ടായിരിക്കില്ല അങ്ങനെ ചെയ്യുന്നത്,
അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് പറയുമ്പോൾ, അതായത് അവരുടെ പേഴ്സണൽ സ്പേസിൽ ഒക്കെ ഈ പഠിക്ക് എന്ന് പറയുന്ന സമയത്ത് അവർക്കുള്ളിൽ ഒരു ദേഷ്യം വരും. അപ്പൊ അതിനെ അവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എറിയും, അല്ലെങ്കിൽ ഒച്ചയില് എങ്ങനെയാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ പഠിക്കല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ഇവൻ അനുസരിക്കുന്നില്ല, മടിയനാണ് എന്നിങ്ങനെ പറയും. അപ്പോ ഇവർ കാണിക്കുന്ന ആ ഒരു ദേഷ്യം അത് ഈ ഒരു റിയാക്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വർക്ക് പ്ലേസില് ഇപ്പോ സ്റ്റാഫുകൾ തമ്മിൽ, കൊളീഗ്സ് തമ്മിൽ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചില ആളുകൾ തമ്മിൽ യോജിക്കാണ്ട് വരില്ലേ, ആ സമയത്തും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയം ഉണ്ടാവും. അപ്പോ സ്ഥിരമായിട്ട് ഇതുപോലെ സംഭവിക്കുമ്പോൾ ചിലപ്പോ ഈ ഒരാള് ചെയ്യാത്തൊരു കാര്യം മറ്റാള് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് അല്ലെ, ബോസിന്റെ മാനേജേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു വിക്ടിമിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവര് ചോദ്യം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഇതുപോലെ ഉള്ളിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ഥിരം നടക്കുമ്പോ ആ ആളുടെ ഉള്ളിലും ഭയങ്കര ഈ ഒരു ട്രിഗർ ഇങ്ങനെ കിടക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു ദിവസം ചിലപ്പോ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കാം ഇയാള് മറ്റാള് ചിലപ്പോ എന്തെങ്കിലും ഒരു കാരണം എടുത്തിടുമ്പോ ഇയാൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്തു പോകും. അപ്പോ ഇയാൾ ഷൗട്ട് ചെയ്യുന്നത് ആ ഒരു റിയാക്ഷൻ മാത്രമാണ് എന്താ മറ്റുള്ളവർ കാണുന്നുള്ളൂ. അതിന്റെ ഇടയിൽ നടക്കുന്ന, അതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു കാര്യവും ഈ ഇപ്പുറത്തെ ആളെപ്പോഴും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പാര വെച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും എന്തെയും മറ്റുള്ളവർ കാണുന്നുണ്ടാവില്ല അല്ലെ. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാല് എന്താണ്, കുട്ടികൾ ഒരു വീട്ടില് 2 മക്കളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതില് ഒരാൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അതായത് ഇങ്ങനെ എല്ലാത്തിനും മറുപടി പറയുന്ന, എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ കുറച്ച് സൈലന്റ് ആയിട്ടുള്ളതും. പക്ഷെ ഇത് തമ്മില് എല്ലാ വീടുകളിലും ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ തല്ലുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആള് എപ്പോഴും ആരും എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ അടിപിടി ഉണ്ടാക്കും എന്നുള്ളൊരു ധാരണ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ ഈ ആളായിരിക്കും എപ്പോഴും വല്ല തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. ഈ അടി കൂടാനുള്ള കാരണം ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം മറ്റേ ആളായിരിക്കും. പക്ഷെ ഈ ആള് റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തന്നെ ഒച്ചെടുത്തു പോകും, അല്ലെങ്കിൽ നീ എപ്പോഴും എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുന്നുണ്ടാവും. ഈ സമയത്ത് പാരന്റ്സ് ആണെങ്കിൽ പോലും കാണുന്നത് ഈ രണ്ടാമത്തെ ആള് ഒച്ച ഉണ്ടാക്കുന്നതോ അടിക്കുന്നതോ ഒക്കെ ആയിരിക്കും. മറ്റാൾ അവിടെ സൈലന്റ് ആയിട്ട് ഇതിലും വലിയ കാര്യം ചെയ്തിട്ടുണ്ടാവും അല്ലെ, അങ്ങനെ സംഭവിക്കാറില്ലേ. അപ്പോ അതുപോലെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങള് മറ്റാരും കാണുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് ഈ ഒരു അബ്യൂസിലേക്ക് അത് പോകുന്നത്. ഇനി ഇത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്വയം അവെയർ ആയിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിക്കുക എന്താണ്, ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് നമ്മൾ തിരുത്തി കൊടുക്കാൻ നോക്കും. അങ്ങനെ കൊടുക്കുന്ന നേരത്തായാൽ പോലും ഇത് മനസ്സിലാക്കൂല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മൾ എന്താണോ പറയുന്നത് അവര് ഇപ്പൊ കയർത്ത് സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മളിൽ തന്നെ ആ എല്ലാ കുറ്റങ്ങളും നമ്മൾ റിയാക്ട് ചെയ്തതിനും ഉള്ളതും എല്ലാം തിരിച്ച് ഈ ഒരു വിക്ടിമിന് തന്നെ തലയിൽ വന്ന് കയറും. അപ്പൊ എന്താണ്, ഇവര് ഇത്രയും നാൾ അനുഭവിച്ചതും അവരതിന് ശേഷം ഉണ്ടായ റിയാക്ഷനും എല്ലാം കൂടി അതിന്റെ ഇരട്ടിയായിട്ട് ഇവർ പറയാൻ തുടങ്ങും. അപ്പൊ അതിന്റെ വിഷമം ആർക്ക് തന്നെയാ ഉണ്ടാവുക, ഇവർക്കൊരു സമാധാനം അതിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഇത് ഈ സംസാര വിഷയം ഉണ്ടായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരു വഴക്ക് പോലെയൊക്കെ ആവും. അപ്പൊ ഇങ്ങനെ അനുഭവിച്ച ആള് അതിനപ്പുറം ഇരട്ടി ദുഃഖം വീണ്ടും വരും. അതായത് ഇപ്പൊ ഉണ്ടാവുന്ന ആ പ്രശ്നത്തിന് കാരണവും നീ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ കാണുള്ളൂ അല്ലെ. അപ്പോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയാം. നമ്മൾ സെൽഫ് അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്തു പോകും അല്ലെ. അപ്പൊ നിരന്തരമായിട്ട് ചിലപ്പോൾ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
ആ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം ഇയാള് സൈലന്റ് ആയിട്ട് ക്ഷമിച്ചതിനെക്കാട്ടിലും വേദനയായിരിക്കും. ആ ക്ഷമിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിയാക്ട് ചെയ്യുമ്പോൾ അതിനപ്പുറം അവര് വിചാരിക്കുക അല്ലെങ്കിൽ അവര് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അല്ലെ, ബ്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് തന്നെ ചെയ്തതിന് ശേഷം തോന്നും അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പോ ചിലർക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അല്ലെ. എല്ലാ കാര്യത്തിനും ഇങ്ങനെ റിയാക്ട് ചെയ്യും. ചിലപ്പോ അവര് ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേനും നമ്മള് ചിലപ്പോ ഓവർ റിയാക്ഷൻ ഒക്കെ അതിലോട്ടൊക്കെ എത്തുന്നതാണ്, നമ്മള് ആ ഒരു രീതിയിലേക്കൊക്കെ പോവും. അപ്പോഴും അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇയാള് തന്നെയായിരിക്കും. അപ്പൊ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങള് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെയല്ലല്ലോ, അതായത് എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ലല്ലോ എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുക, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്വയം നമ്മളും നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നമ്മുടെ മൈൻഡ് അങ്ങനെയാണല്ലോ, എല്ലാവരും ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ ഒരു വീട്ടിലെ പ്രശ്നം നീയാണ് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാനത് പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒരു സ്വയം തോന്നലും അതുകൊണ്ടും വിഷമിക്കുന്നവരുണ്ടാവാം. അപ്പൊ അത് ആ ഒരു തിരിച്ചറിയാൻ, അങ്ങനെയുള്ളവരിൽ ഇത് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ സ്വയം അവയർ ആവാന്നുള്ളതിൽ പറയുന്നത്, നമ്മളിങ്ങനെ വിചാരിക്കുക, അതായത് ഇത്രയും സഹിച്ചതിന് ശേഷം അതിന്റെ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തപ്പോഴാണല്ലോ ഞാൻ റിയാക്ട് ചെയ്തത് എന്നുള്ളത്. അതുപോലെ തന്നെ റിയാക്ഷന് ശേഷം ഗിൽറ്റ് തോന്നും, അല്ലെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ചില ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നവരല്ല നമ്മള്, പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അങ്ങനെ ആയിപ്പോകുന്നതാണ്. അപ്പോ ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവൂലേ, അവര് വിക്റ്റിമായി മാറുന്നതായിട്ട് അവിടെ വരുത്തി തീർക്കും, അല്ലെ. ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രശ്നം, അപ്പോ വേറൊരു ഫാമിലി മെമ്പർ അതിൻ്റെ അകത്ത് ഇടപെടുമ്പോ ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നക്കാരൻ എന്താവും, അവര് നന്നായിട്ട് മറ്റാള് മോശമാക്കപ്പെടും. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡൗട്ട് വരും. അല്ല, ഇതിപ്പോ എന്താണ് ഇപ്പൊ ഉണ്ടായത് എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് വരും. കാരണം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചിലപ്പോ ചില ആൾക്കാര് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ. അപ്പൊ നമ്മളെ കയ്യിൽ നിൽക്കാതായി പോവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം, നമുക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടോ, നമ്മൾ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ആവശ്യ കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് റൈറ്റ് ടൈമില് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ വിട്ടുപോകും. അങ്ങനെ നമ്മൾ ആ രീതിയിലേക്ക് ഇങ്ങനെ സെറ്റായി കഴിയുമ്പോൾ, ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആദ്യങ്ങളൊന്നും ഇവരൊന്നിനും റിയാക്ട് ചെയ്യൂല, അല്ലെ, എല്ലാം കേട്ട് നിൽക്കുക ചെയ്യാം. പക്ഷെ കുറെ ഇങ്ങനെ ആയി കഴിയുമ്പോ ഇവര് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അവിടെ ഫസ്റ്റ് തന്നെ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ചില വീടുകളില് നമ്മൾ തുടക്കത്തിൽ എന്താ എങ്ങനെ പറഞ്ഞത് എന്ന് ജസ്റ്റ് അപ്പൊ ആ സമയം നമ്മൾ തുടക്കത്തിൽ ഇത് മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരുപാട് ഇത് വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷനിൽ ഓവറായിട്ട് അനുഭവപ്പെടുന്നത്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ എന്തോ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം ഇത് ഓരോ സമയത്ത് അതിങ്ങനെ സോൾവ് ചെയ്യും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഇവരിങ്ങനെയാണ്, ഇവരടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ അവർക്കത് താല്പര്യമില്ല എന്നുള്ളത് ഇങ്ങനെ നമ്മള് അവരിൽ മനസ്സിലാക്കുന്നത് പോലെ ചിലപ്പോൾ അവർ മനസ്സിലാക്കിയേക്കാം. അപ്പൊ അത് ഇങ്ങനെ ചെയ്യാണ്ട് കൂട്ടി വെക്കുമ്പോഴായിരിക്കും കൂടുതലും ഇങ്ങനത്തെ ഓവർ. അപ്പൊ അവരടുത്ത് എന്തും പറയാം, അവൾ അങ്ങനെയാണ് എന്നുള്ളൊരിത് വരുന്ന സമയത്ത് അവരതിലേക്ക് കൂടുതൽ പോയി പിന്നെ അവര് ആ ഒരു പാറ്റേൺ സെറ്റ് ആവാണ് ചെയ്യാം. ഇനി ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അതായത് നമുക്ക് ആ വീട്ടിലുള്ള എല്ലാവരെയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല, അല്ലെ. അവരത് അനുസരിക്കുമോ നമ്മൾ പറയുന്നത്? ഇല്ല. അപ്പോ ഇതിന് നമ്മളായിട്ട് സ്വയം എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു റിയാക്ഷനിലേക്ക് എത്തുമ്പോൾ ആവശ്യം ഉള്ള കാര്യം അത്
മാന്യമായിട്ട് തന്നെ പറയുക എന്നല്ലാതെ നമ്മൾക്ക് വരുന്ന ആ ഒരു ട്രിഗർ അനുസരിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കൂടുതലും വിഷമം ഈ ഒരു വിക്ടിമിന് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള വഴക്കുകൾ അവിടെ നടക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പോസ് ചെയ്യാന്നുള്ളത്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം അങ്ങനെ കുറക്കുക. നമ്മൾ സ്വയം അവെയർ ആവുക. അതായത് നമ്മൾ എല്ലാ റിയാക്ഷനും ചിലപ്പോ ഈ റിയാക്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം വരുന്ന എല്ലാ സിറ്റുവേഷനിലും എടുക്കുന്ന റിയാക്ഷൻസ് ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതായത് നമുക്ക് വിട്ട് കളയാൻ പറ്റുന്ന കുറെ കേസുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾക്ക് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരുപാട് കേസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വാക്കുകളും ഓരോന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതായിക്കോണം. അപ്പൊ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ ഇത് പോസ് ചെയ്യുക. നമ്മൾ എവിടെയാണ് പറയേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഐഡന്റിഫൈ ട്രിഗർ എന്നുള്ളത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം, ഒരു പാറ്റേൺ നമ്മളിൽ ഒരാളെ ഏൽപ്പിക്കുന്നുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുക, ആരെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അല്ലാതെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ പിന്നീട് ഇപ്പൊ നമ്മള് ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ തുടക്കത്തില് കല്യാണമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് അമ്മായിമ്മ മരുമകൾ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നിട്ടുണ്ടാവും. അതായത് ഈ അമ്മായിമ്മ മരുമകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവാം, വിഷമിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോൾ അവരൊതുങ്ങും. അപ്പോഴത്തേനും ഇവിടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അവരവിടെ ഒതുങ്ങി, അവരുടെ പ്രായം കൂടി, അവരുടെ ഹെൽത്ത് പോയി. അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്തെങ്കിലും ചില ആൾക്കാര് അന്നങ്ങനെ എന്നോട് ചെയ്തിട്ടില്ലേ പറഞ്ഞിട്ട് ഇത് അവരുടെ അടുത്ത് തിരിച്ചു കാണിക്കാൻ തുടങ്ങും അല്ലെ. അത് ശരിക്കും എന്താണ് പറയാ, അന്ന് അവരുടെ അറിവില്ല, അതങ്ങനെ കഴിഞ്ഞു പോയി. നമ്മളത് ഫോർഗീവ് ചെയ്യാതെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പ്രായമായി ചിലപ്പോൾ കിടപ്പിലാക്കി കഴിയുമ്പോൾ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ അടിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങള് ചില ആളുകളിൽ സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ട്രിഗർ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അതായത് ആരെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പുഷ് ചെയ്യുന്ന എന്താണുള്ളത്, അപ്പൊ അതിന് നമ്മൾ റിയാക്ട് ചെയ്യുക. നമ്മളെപ്പോഴും മിണ്ടാതിരിക്കാൻ പറ്റൂല. ആ റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സെറ്റ് ബൗണ്ടറീസ്. സെറ്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാല് നമ്മളായാലും റിയാക്ട് ചെയ്യുമ്പോഴായാലും നമ്മളൊരു ലിമിറ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിടപ്പിലായിട്ടുള്ള പണ്ടെന്നോ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ അവര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷനിലായിട്ട് പോവാതിരിക്കുക. അതുപോലെ തന്നെ ഈ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, നമ്മളെ ബ്ലെയിം ചെയ്യുന്ന ആളുടെ ഒരു ലിമിറ്റ് കടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫസ്റ്റിലെ, അതായത് ഇത് നമ്മൾക്ക് തോന്നി തുടങ്ങുന്ന സമയത്ത് തന്നെ റിയാക്ഷനിലോട്ട് പോവുക. റിയാക്ഷൻ എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ പൊട്ടിത്തെറിക്കില്ല. നമ്മൾ പൊട്ടിത്തെറിക്കുന്നതാണ് പലപ്പോഴും ഇതിങ്ങനെ ഉള്ളിൽ കൂട്ടി വെച്ചിട്ടാണല്ലോ നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. അവിടെയാണ് കുറെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. അപ്പൊ ഒന്ന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് ഇതാണെന്നൊന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ അതിനു മുമ്പ്. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരൊന്ന് പൊട്ടിത്തെറിക്കുക, അപ്പൊ ഭയങ്കര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ചില സ്ഥലങ്ങളിൽ ചില മനുഷ്യന്മാരിൽ നമുക്ക് ഇത് തുടക്കത്തില് നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അത് ക്ലിയർ ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ആ ഒരു ബൗണ്ടറീസ് എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ റിയാക്ഷനിലായാലും അതിൽ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള അവരുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ നിന്നൊക്കെയുള്ള ആ ഒരു ബൗണ്ടറീസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ സീക്ക് സപ്പോർട്ട്. ഭയങ്കരമായിട്ട് ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പൊ വിഷമങ്ങളുണ്ട്. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാമിലി ആണെന്ന് വിചാരിക്കുക. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങള് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇതൊക്കെ ഇരുന്നാലും എന്ത് ചെയ്യും, കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ പൊട്ടി നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരുന്നില്ല ആ ഒരു ലെവലിലോട്ട് നമ്മൾ മാറിപ്പോകും അല്ലെ. അപ്പൊ നടക്കുന്ന എന്താണ്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവൂലേ, അതായത് വൈഫിനെ സംബന്ധിച്ച് അത് അവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കാം. പക്ഷെ ഒരു പ്രശ്നമല്ല, എന്തോ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും, നമുക്ക് ഒന്ന് ഈവനിങ് വാക്കിന് പോയാലോ രണ്ടുപേർക്ക്, അപ്പൊ ആള് പറയും അയ്യോ എനിക്ക് വയ്യ. അപ്പൊ
ഇവിടെ നമുക്ക് ഇമോഷൻ വന്നു, ഫീലിംഗ് വന്നു, എന്താ എന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള നേരം ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് സമ്മതിച്ചു. അങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ അത് വലിയതായിട്ട് ഇങ്ങനെ അവര് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ അവരുടെ റിയാക്ഷനുകൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കാം, ചിലപ്പോൾ ദേഷ്യത്തിൽ പറയും നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, എനിക്കൊന്നും ചെയ്തു തരാറില്ല, ഒന്നും വാങ്ങി തരാറില്ല, ഞാൻ പറയുന്നൊന്നും ചെയ്യാറില്ല, അല്ലെ, ആ രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യാ, ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ മനസ്സിൽ കൂട്ടി കൂട്ടി വെച്ചിട്ട് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്തായാലും നമ്മളൊരു ഹെൽപ്പ് തേടുന്നില്ല, ഒരു കൗൺസിലിങ്ങിലോട്ടൊക്കെ എത്തുന്ന സ്റ്റേജ് ആയാൽ പോലും അതെടുക്കാണ്ട് നമ്മളില് ചില നമുക്ക് അവിടെ എന്ത് ചെയ്യണം, എന്ത് എക്സ്പ്രസ് ചെയ്യണം എന്നറിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അവിടെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സീക്ക് സപ്പോർട്ട്, അതായത് ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ അതുമായി ഇത് കാര്യം പറയാൻ പറ്റുന്ന ഒരാളെടുത്ത് പറയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അബ്യൂസിലേക്ക്, പരമാവധി അബ്യൂസിലേക്ക് വരെ. ഇപ്പൊ നമ്മൾ പറയല്ലേ, ഒരു വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഒരാൾ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുക, എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ചെയ്താലേ ശരി. ചിലർ അങ്ങനെയുണ്ട് അല്ലേ, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുതായിട്ട് വരുന്ന ഒരു മരുമകളാണെന്ന് വിചാരിക്കാം. അപ്പൊ പൊതുവെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നുള്ളത്. പക്ഷെ ആ ഒരു പ്രായത്തിന്റെ ഇടക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങളാണ് അവരെടുക്കേണ്ടത് ശരിക്കും. പക്ഷെ ഇവരെല്ലാം ഇപ്പൊ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇവരുടെ കെയർ ഓഫിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി കൂടെ നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടി, അവളെല്ലാം ചെയ്തോളും, അല്ലെങ്കിൽ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചിലപ്പോൾ അവരിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക, പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ പോവാണ്. ഇപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സംസാര വിഷയമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ എനിക്കത് വിഷമായി എന്ന് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിതൊന്നും ചെയ്യാണ്ട് ഈ അവസാന നിമിഷത്തിൽ ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. അപ്പൊ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തുടക്കത്തിലെ തന്നെ അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിയാക്ഷൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു റിയാക്ഷൻ വെച്ചിട്ട് മൂന്നാമതൊരാൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു ഫാമിലിയിൽ ഇവര് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഒരാളെ സൈഡിൽ നിന്ന് ഉണ്ട്, പക്ഷെ അത് അനുഭവിക്കുന്ന ആള് ഒന്നും പറയുന്നില്ല, മറ്റേ ആ വീട്ടിൽ തന്നെ ആരോടും ഇയാൾ ഇങ്ങനെയാണ് എന്നൊന്നും പറയാണ്ട് ഒരു ദിവസത്തിൽ പെട്ടെന്ന് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, ആളെടുത്ത് ചൂടാവുക, ആളോട് ദേഷ്യം കാണിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എന്താണ്, ഇവളാണ് ആൾക്ക് സമാധാനം കൊടുക്കാത്ത ആള് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അപ്പോ ഈ റിയാക്ഷൻ കാണുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഈ മൂന്നാമത് നിൽക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ അവരെ ആ റിയാക്ഷൻ കണ്ടിട്ട് എന്ത് ചെയ്യാ, ജഡ്ജ് ചെയ്യാതിരിക്കുക, അല്ലെ. അതിന്റെ പിന്നില് ഒരുപാട് വേദനകൾ ഉണ്ടാവാം ഒരാളുടെ ഒരു ആക്ഷനില്. ഇപ്പോ ക്രിമിനൽസിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റൂലേ, അതായത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകള്, അവരെടുത്ത് നമ്മള് ചിലപ്പോ ചില ആളുകളുടെ അടുത്ത് അവര് ഭയങ്കര കൂളായിരിക്കും. അപ്പൊ അതെന്താണ്, അത് അവരെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അയാൾ വളർന്നു വന്ന സിറ്റുവേഷൻ അറിയുന്ന ഒരാൾ അയാളടുത്ത് പെരുമാറുന്ന രീതി വ്യത്യാസമായിരിക്കും അല്ലെ. അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ ഇയാളെ ഒരു കുറ്റവാളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്ക് അറിയാം ആളെ എങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് തുടങ്ങിയിട്ട് എങ്ങനെയാണ് ആൾ വളർന്നു വന്നത് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇയാളടുത്ത് പെരുമാറുന്ന ഒരാളെടുത്ത് ആ ആൾക്ക് നല്ല സ്വഭാവമായിരിക്കും അല്ലെ. അപ്പോ ഈ ഒരു റിയാക്ഷൻ കണ്ടതുകൊണ്ട് മാത്രം ഒരാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പുറത്ത് മൂന്നാമതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോ ഇത്രയും കാര്യങ്ങൾ റിയാക്റ്റീവ് അബ്യൂസില് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമ്മള് ഓരോരുത്തരും ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ.
ആ സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നിട്ടുണ്ടാവും ഓരോരുത്തരുടെ ഈ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടാവുക? അതുകൊണ്ട് പ്രശ്നം കൂടുതലാണോ ഉണ്ടായിട്ടുള്ളത്? പിന്നെ നമ്മൾ ആ ഒരു റിയാക്ഷൻ നിർത്തിയപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയപ്പോഴോ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമ്പോഴൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ടാവുക അല്ലേ? അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് മാം. ഇത് വളരെ ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ് മാം എടുത്തത്. മാമിന് ഈ ഫാമിലീസിലൊക്കെ ഇത് മിക്കവാറും നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതില് മോസ്റ്റ് ഓഫ് ദ ഫാമിലീസിൽ ചിലപ്പോൾ കാണും ലേഡീസ് ആയിരിക്കും ഇതിന്റെ വിക്ടിം ആയിട്ട് കാണാം. പക്ഷെ ബ്ലെയിമിങ്ങും ലേഡീസിന്റെ മീതെ വിമന്റെ മീതെ വരാൻ കാരണം അവർ ഈ റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അവസാനം പൊട്ടുമ്പോ ആയിരിക്കും ബാക്കിയുള്ളവർ കാണുന്നതും ബ്ലെയിം ചെയ്യുന്നതും. ഇങ്ങനെ ചിലപ്പോ നമ്മൾ എല്ലാവരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും ആ റിയാക്ഷൻ. ഇപ്പോ ഇതിനെ സോൾവ് ചെയ്യുന്നത് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടൊരു സിറ്റുവേഷൻ. പക്ഷെ മാം എടുത്ത ക്ലാസ്സിലിരുന്ന് മനസ്സിലാക്കുന്നത് നമ്മളിത് എങ്ങനെ അവോയ്ഡ് ചെയ്യുക, എങ്ങനെ ഓവർകം ചെയ്യുക, അതിനെ മിനിമൈസ് ചെയ്യുക. ബിക്കോസ് ചിലപ്പോ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ കിട്ടില്ല. ബിക്കോസ് ഈച്ച് വൺ ഓഫ് us ആർ അണ്ടർ പ്രഷർ. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരുന്നല്ലോ. അമ്മമാർ വീട് മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ. അതേ രീതിയിൽ മെൻ ഫോക്കിനെ ഉണ്ട്, അവർക്ക് ഈ ഔട്ട്സൈഡ് പ്രഷർ ഉണ്ടാവും. ആ ഔട്ട്സൈഡ് പ്രഷർ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് സ്ത്രീകള് പ്രഷർ കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോ മെൻ ഫോക്കും ഇതിന്റെ വിക്ടിംസ് ഉണ്ട്. ബോത്ത് ജെൻഡേഴ്സ് ക്യാൻ ബിക്കം വിക്ടിംസ്. ഇതിൽ ജെൻഡർ ന്യൂട്രൽ ആണ്. അതുകൊണ്ട് എത്ര മിനിമൈസ് ചെയ്യാം. ബിക്കോസ് ഇതില് ചിലപ്പോ നമ്മൾ കാണുന്നത്, പിന്നെ ഞാൻ അഗെയിൻ കണക്ട് ചെയ്യുന്നത് എന്റെ ഫീൽഡ് ആയതുകൊണ്ട് വിക്ടിം ആവുന്നത് മക്കളായിരിക്കാം. പിന്നെ മക്കൾ ഇത് പഠിച്ചു വരും, മക്കൾ ഇത് പഠിക്കും. അത് അവർ കണ്ടുപഠിക്കുന്നതാണ് കൂടുതൽ എന്നുള്ളത്. ഇവിടെ ഈ വിംബൽ അക്കാഡമിയിൽ കുറെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് നോളജ് ഉള്ളവരായതുകൊണ്ട് നമ്മൾ കാണും കുട്ടികള് ആയിരിക്കും വിക്ടിമായി വന്നത്. സോ നമ്മളെല്ലാരും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻസ് മാക്സിമം നമ്മൾ കണ്ടെത്താൻ നോക്കാന്നുള്ള രീതിയിൽ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് എന്നുള്ളത്. താങ്ക് യു മാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, റിലവൻറ്റ് ആണ്. ഇത് ഓരോ ഫാമിലിയിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് പുറത്ത് പറയാനും പറ്റില്ല. ബിക്കോസ് പല ഫാമിലീസിലെ ഇത് ഫാമിലിയുടെ ഡിഗ്നിറ്റീനെ കുറവാക്കും, ഓരോ ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റീനെ കുറവാക്കും, പ്രസ്റ്റീജ് കുറവാന്നുള്ള ഒരു ഇതില് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അൾട്ടിമേറ്റ്ലി പറയണ മാതിരി ഡൈവേഴ്സും ഇതിലേക്ക് എത്തും. ഫാമിലീസിൽ ഒരുപാട് പ്രോബ്ലംസ്, പേരൻസും മക്കള് സ്പ്ലിറ്റ് ആവും, ഇതൊക്കെയാണ്. സോ ഇത് മിനിമൈസ് ചെയ്യാനുള്ളത് വളരെ അവയർനെസ്സും ഇൻഫോർമേറ്റീവ് ആയിരുന്നു മാമിന്റെ സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. മാം പറഞ്ഞ പോലെ തന്നെ ഇത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആണ് അല്ലെ? പലയിടത്തും സോൾവ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ നമ്മൾ അവെയർ ആയിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാ ഫാമിലിയിലും നടക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറേയൊക്കെ നമ്മള് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നടന്നിട്ട് ഒരു ദിവസമാണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. പക്ഷെ ആ പൊട്ടിത്തെറിയാണ് ചിലപ്പോ ചിലടത്ത് അത് നന്നാവും, ചിലടത്ത് അത് എന്താ പറയാ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മൾ ഒരു തവണ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ തോന്നും. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കാര്യത്തിന് നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മൾ ഇതിന് ചെയ്യേണ്ടതാണോ അല്ലയോ. കുറെ കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവം അതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ തന്നെ ആയിരിക്കും അത്രയും അതുവരെ എത്തിച്ചത്. കാരണം ഫസ്റ്റ് ടൈമിൽ നമുക്ക് പറഞ്ഞാൽ അവർ കേൾക്കാവുന്ന ആ സമയത്ത് ഒരു ഇതൊക്കെ ഉണ്ടാവെങ്കിലും ചില ആൾക്കാർ അതുകൊണ്ട് ഒതുങ്ങും അല്ലെ, ഇവളെ എത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരിത്. ഓക്കെ മാം പറഞ്ഞോളൂ. യെസ് മാം. വിക്ടിം സപ്പോർട്ട്, ഇതിൽ കുറെ വിക്ടിം സപ്പോർട്ട് ഇനീഷ്യലി ഉണ്ടാവും.
അതെ അതെ സാരില്ല എന്നുള്ള രീതിയിൽ വിട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ അത് കൈവിട്ട് പോവും. അതാണ് ഫാക്ട് മാം. ഇനി ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, എസ്പെഷ്യലി ഫാമിലീസിൽ. ഇപ്പോ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്പേസിൽ നിന്ന് മാറുമ്പോ നമ്മൾ മാറി വരും. പക്ഷെ നമ്മളുടെ ജോബ് ലോസിനെ പോലും അത് എഫക്റ്റ് ആവും. അതെ അതെ ഇനി വെരി നൈസ് ഇൻഫോർമേഷൻ. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? താങ്ക് യു ഷെജില മാം. നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടാ. ഓരോന്നും കേൾക്കുമ്പോൾ കണക്ട് ആവുന്നുണ്ട്. നമ്മളുടെ ഫാമിലിയിലൊക്കെ തന്നെ ഉണ്ടാവും. എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് കോമഡി ആയിട്ട് എടുത്ത് തോന്നിയത്, കോമഡി മീൻസ് എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററുടെ മക്കളുണ്ട്, രണ്ടാൺകുട്ടികള്. അവരിപ്പൊ കുറച്ച് വലുതായിട്ടാ. അവര് ചെറുപ്പത്തിലാന്ന് വെച്ച് കഴിഞ്ഞാല് മൂത്താള് എന്താണ് ഇവിടെ വരുമ്പോ അവരെപ്പോഴും ഏജ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മള് എപ്പോഴും ഇവര് തല്ലൂടും. അപ്പൊ നമ്മ കാണുന്നത് രണ്ടാമത്തെ ആള് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതും അടിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ രണ്ടാമത്തെ ആളെയാണ് കുറ്റപ്പെടുത്തുക. അപ്പൊ സിസ്റ്റർ പറയുമ്പോഴാണ് അറിയുന്നത് മൂത്താൾ ഇവനെങ്ങനെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഇവന് സഹിക്കാൻ പറ്റാണ്ട് ആയിരിക്കും ഇവന് റിയാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മള് കാണി. മൂത്താൾ ചെയ്യുന്നത് നമ്മളൊന്നും അറിയില്ല. അവൻ സൈലന്റ് കില്ലറാണ്. അങ്ങനെ അതെ അതൊരു ആ ഒരു കോമഡി എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അവര് പറയുമ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലാവണത്. ഇതാണ് ഞങ്ങൾ വിചാരിച്ചു മൂത്താള് പാവം പോലെയൊക്കെ ഇരിക്കണം. പക്ഷെ ഇവനിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണത്, സൈലന്റ് ആയിട്ട് ചെയ്യണത് നമ്മൾ അറിയണില്ല. അങ്ങനെ അതാണ് നമ്മളൊരു സപ്പോർട്ട് അവർക്ക് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ ഒതുങ്ങും. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ രീതിയിലായിരിക്കും. രണ്ടാമത് ചെയ്യുന്ന ആളത് കാണുമ്പോ എല്ലാവരും ഒരേപോലെ നീ എന്തിനാ അവനെ തല്ലി എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവാ. അപ്പൊ അവിടെ നമ്മള് എവിടെയെങ്കിലും ഒരു പ്രാവശ്യം നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മുമ്പിൽ ആ ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടീന്റെ അടുത്ത് അവൻ അങ്ങനെ ചെയ്തോട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ആൾക്കൊന്ന് കൂളാവണം ചെയ്യുക. പക്ഷെ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. അതാണ് അവര് അങ്ങനെ റിയാക്ട് ചെയ്യുന്നതും. അവര് കുറച്ച് ആക്റ്റീവ് ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ഒരു അവരോടുള്ള ദേഷ്യം കാണിക്കുന്ന രീതി വ്യത്യാസം വരും ഇതിങ്ങനെ സ്ഥിരം കിട്ടുമ്പോഴേ. അപ്പൊ അവിടെ ബ്ലെയിം ചെയ്യപ്പെടുന്നത് അവർ തന്നെയാണ്. സംഭവം കുറ്റക്കാരൻ അവരല്ല ശരിക്കും. പക്ഷെ അവര് ചെയ്തതായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഈ അബ്യൂസ് എന്ന് പറയുന്നത്. അതെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മള് ഇതുപോലെ ഭയങ്കരമായിട്ട് ഇപ്പൊ ചന്ദ്രമ്മൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത. അതായത് വർക്ക് പ്ലേസോ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആൾക്കാരെ തന്നെ ഒഴിവാക്കി പോവാ അല്ലെ. ഫാമിലിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മക്കളെ കളയാൻ പറ്റൂല. ഹസ്ബൻഡ് വൈഫ് ഇപ്പോ വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. മക്കളൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ അവെയർ ആയിരിക്കുന്ന കൂട്ടത്തില് നമ്മൾ സ്വയം കൂടുതലും നമുക്ക് സ്വയം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കുറെയൊക്കെ അവരങ്ങനെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അവരിത് പറയും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു ലേഡീസിന്. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവര് ജോലിയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എല്ലാ അബ്യൂസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര, അത് ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. ഈ പറഞ്ഞ മാം പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ ആണ്. ആരാണോ അത് വിക്ടിം അവരുടെ ആ ഒരു സിറ്റുവേഷൻ വളരെ പ്രശ്നമായിരിക്കും അല്ലെ. അപ്പോ നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാറില്ലേ എന്നതുപോലെ തന്നെ ട്രിഗർ ജേണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് സ്വയം ഇതിനെ എന്താണ് പറയാ, നമുക്കുണ്ടല്ലോ മൈൻഡിന് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ. നമ്മളുടെ മൈൻഡ് മായ മാത്രം നമ്മൾ ഈ ഓവർ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനും കുറച്ചൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോ ട്രിഗർ ജേണൽ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് എഴുതാന്ന് പറഞ്ഞാല് അത് നമ്മൾ എഴുതുന്നത് നമ്മളെ നിരന്തരം ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷന് പിന്നിലുള്ള റിയൽ ആയിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എഴുതുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡേറ്റ് ഇടുക. അതായത് നമ്മൾ ആ ഒരു
ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ജേണൽ എഴുതുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇപ്പൊ ട്രിഗർ ജേണൽ എഴുതുമ്പോൾ അത് സിറ്റുവേഷൻ എഴുതാ, എന്താണ് ട്രിഗർ ഉണ്ടായതെന്ന് എഴുതാ, നമ്മളപ്പോ എന്ത് റിയാക്ഷൻ ആണ് കൊടുത്തതെന്ന് എഴുതാ, അതുപോലെ തന്നെ ആ സമയത്ത് നമുക്കുണ്ടായ തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ബെറ്റർ റെസ്പോൺസും കൂടെ എഴുതുക. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തു വന്നിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ നിരന്തരമായിട്ട് അനുഭവിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഡെയിലി ചിലപ്പോൾ എഴുതാനുണ്ടാവും അല്ലെ, ഓരോ കാര്യം എഴുതി വെക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെറ്റർ റെസ്പോൺസിലേക്ക് നമ്മുടെ റെസ്പോൺസിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. നമ്മളുടെ റിയാക്ഷനെ ബെറ്റർ ആക്കി കൊണ്ടുവരാ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഇപ്പൊ ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടും ഒരു യാതൊരു കാര്യം ഉണ്ടാവില്ല അല്ലെ. അവിടെ ഉള്ള സമയം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ആർഗ്യൂ ചെയ്തിട്ട് അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? നമ്മുടെ എനർജി ആണ് പോകും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ബെറ്റർ റെസ്പോൺസ് അവിടെ എടുക്കാനും പറ്റും അല്ലെ. അതെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജേർണൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്താണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ദിവസം കഴിയുമ്പോൾ ജേർണലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു റിഫ്ലക്ഷൻ ആക്ടിവിറ്റി നമ്മൾ സ്വയം നോക്കുക. ഇന്ന് ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? എന്ത് ഫീലിംഗ് ആണ് എനിക്ക് ആ സമയത്ത് സ്ട്രോങ് ആയിട്ട് വന്നത്? ചില ആൾക്കാരില്ല ഇങ്ങനെ പ്രശ്നത്തിന്റെ നടുവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറാറുണ്ട് അല്ലെ. അവിടെ നമ്മൾക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് കരയാൻ തോന്നുന്ന സിറ്റുവേഷൻ ഒക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നൊരു ഇതില്ലേ. അപ്പൊ അതിലോട്ട് നമുക്ക് എന്ത് ഫീലിംഗ് ആണ് അവിടെ വന്നത്? നമുക്ക് സ്ട്രോങ് ആണോ ആയത്, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആണോ ആയത്, നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റിയോ എന്നുള്ളതൊക്കെ നമ്മൾ റിഫ്ലക്ഷൻ ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ എല്ലാത്തിനുപരി നമ്മൾക്ക് ഉണ്ടാവുന്ന ട്രിഗർ എന്താണ്, അത് എന്തെങ്കിലും കാരണമുള്ള ട്രിഗർ ആണോ എന്നും കൂടെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ചിലപ്പോ അതങ്ങനെ ആയിരിക്കാം. മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. ഇതിനൊക്കെ വലിയ പ്രശ്നമാക്കി കാണിക്കുന്ന കുഞ്ഞു കാര്യത്തിന് അതും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ സ്വയം അവെയർ ആവാന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കും പറയാനുള്ള വൈൻഡപ്പ് ചെയ്യാലേ. ഓക്കെ. അപ്പോ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. Thank you, ma'am. All a good day. Thank you, ma'am. Thank you all. Thank you.